യാത്ര അവസാനിച്ച് ലഡാക്ക് മനസ്സിലായി. അവിടുത്തെ ഡോക്ടർ തിരിച്ചു പോകാനാ പറഞ്ഞ, ആർമിക്കാരെ മുന്നോട്ട് ഇവിടെ പോകാൻ സമ്മതിച്ചില്ല. 5000 രൂപയുടെ ഹെൽമെറ്റാണ് ആക്സർ. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബ്ലോഗേഴ്സ് പോലും ഇതിനെക്കുറിച്ച് പറയണേ ഇല്ല. ഈ മണാലി ടു ലഡാക്ക് ചെല്ലുകയാണ്. എല്ലാ റോയൽ എൻഫീൽഡ് ഷോറൂംസും നമ്മൾ കയറിയിട്ടുണ്ട്. ഫ്രം ഗോവ, മഹാരാഷ്ട്ര, ഹരിയാന, പഞ്ചാബ്. നമ്മൾ റൂമിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞിടിഞ്ഞതാണോ അല്ല മേഘമാണോ മറ്റെന്തൊക്കെയാണോ എന്നറിയില്ല. എന്നാലും അതിൻ്റെ അടുത്തുകൂടെയൊക്കെയാണ് തോന്നുന്നു നമ്മൾ വണ്ടി ഓടിച്ചത്. ഇതാ ഈ മലക്കൊക്കെ ചുറ്റും കറങ്ങി ഇതാ ആ വഴിയുണ്ടാ. ഇതാ ഈ മലയുടെ അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്തു, കുറച്ചപ്പുറത്തൊരു പാലുണ്ട്. ആ പാലിന് നമ്മളെന്ത് ചെയ്തു, ഈ മല കയറിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഇതായി താഴെ വഴിയുണ്ട്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിതാ ആ വഴിയൊക്കെ കറങ്ങി ഇങ്ങനെ കറങ്ങിയിട്ട് ഇതാ ഇവിടെ എത്തിയത്. ഇത് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ മരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കും കാണായിരുന്നു. ഇന്നത്തെ ആക്സിഡൻറ്റ് വേദനയൊക്കെ ഏതാണ്ട് മാറി. കയ്യിലൊക്കെ അവരോടൊക്കെ ചെറിയ വേദന ഉണ്ടെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഇന്ന് മാക്സിമം പിടിക്കണം. ഉലകം ചുറ്റും വാലിബർ 6 സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ച, നമ്മൾ അവഞ്ചറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഓട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പം മൊത്തം റൂമും ഭക്ഷണവും എല്ലാം കൂടി 2600 രൂപയായി. രാത്രിത്തെ ഭക്ഷണം, രാത്രി ചായയും 3 ബോട്ടിൽ. हाथ देखो कितना कचरा है. അങ്ങനെ നമ്മളിപ്പോൾ തണ്ടിയിലെത്തി. ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് നമുക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടിയത്. ഇവിടെ തണ്ടിയിലാണ്. ഈ തണ്ടിയിൽ നിന്ന് ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 365 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത പമ്പുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ നിങ്ങളെ റിസർവ് ടാങ്കുകളും അതുപോലെ പെട്രോൾ ടാങ്ക് കംപ്ലീറ്റ് നിറച്ച് വെക്കുക. അങ്ങനെ നമ്മൾ കേരളമെത്തി. വാലി വ്യൂ എന്ന ഹോട്ടലിൽ റൂമിൽ താമസിച്ചാലും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. നല്ല ചൂടൻ ചായ. അടുത്ത ലക്ഷ്യം നമുക്ക് ലേയാണ്. ഇന്ന് നമുക്ക് ഏതായാലും ATM പോകണ്ട്, പക്ഷേ ATM അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിക്കലിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഡയഗ്നോസ് കൂടി മേടിക്കാൻ ഡൈനിമിൻ്റെ അപ്പം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി കിട്ടാനുണ്ട്. യാത്ര അവസാനിച്ച് ലഡാക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ലേ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ആരോഗ്യ കാരണവശാൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. തലവേദന, തലകറക്കം, പിന്നാലെ മൂക്കിൽ ബ്ലീഡിങ് കൂടി ആയപ്പോഴേക്കും മൊത്തം തളർന്നു. പോരാത്തതിന് ശ്വാസതടസ്സം നല്ല രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ തീർച്ചയായും എനിക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ കാരണം എൻ്റെ കൂടെയുള്ള റൈഡേഴ്സിന് അത് ബാധിക്കാൻ പാടില്ല. അവരുടെ യാത്ര മുടങ്ങൽ. മുകളിലോട്ടേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടെ തടിയായിരിക്കും വലുത്.
ഞാൻ കെയ്ലോങ് എത്തി. പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഡിസിഷൻ ഞാൻ മാറ്റി ഞാൻ തിരിച്ച് മണാലിക്ക് പിടിക്കുകയാണ്. പോരാത്തിന് ഈ 2 പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ സഹായത്തിന് ഒരാളുണ്ടല്ലോ എന്ന രീതിയിൽ. ഇവർ ഇവിടുത്തെ ലോക്കൽസും കൂടിയാണ്, ഇത് ലഡാക്കിൽ ലോക്കൽസും കൂടിയാണ്. ഇവർക്ക് ഈ റൂട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ റോത്തങ് പാസ് വഴി നേരെ മണാലിക്ക്. Petrol 74.95 per liter. Diesel 66.86. അങ്ങനെ മനാലിയിൽ നിന്നും ഏതാണ്ട് 80 കിലോമീറ്റർ ബാക്കിലേക്ക് ഉള്ളത് റോത്തങ് പാസ് എത്താറായി. നമ്മളിപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞില്ല, ജമ്മു ലഡാക്കിലെ 2 ഫ്രണ്ട്സാണ്. മറ്റുള്ളവർ മുന്നോട്ട് പോയി. എൻ്റെ അസുഖം കാരണം ഞാൻ ഈ ബാക്കോട്ട് വരികയത് വളരെ സീരിയസ് ആയിരുന്നു. രക്ഷപ്പെട്ടാണ്. മൂക്കിൽ ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്തിരുന്നു. ക്ലോട്ട് വെച്ച് കട്ട പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടുത്തെ ഡോക്ടർ തിരിച്ചു പോകാനാണ് പറഞ്ഞത്. ആർമിക്കാരെ മുന്നോട്ട് ഇവിടെ പോകാൻ സമ്മതിച്ചില്ല. സോ തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ യാത്ര ക്യാൻസൽ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടുതലുള്ള ഒരുത്തൻ ഡോക്ടറാണ്. പിന്നെ അല്ലാണ്ട് 2 ടീംസും കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. ഏതാണ്ട് 10-12 ബൈക്കുകൾ 10-12 ബൈക്കിന് മുകളിലുണ്ടായിരുന്നു നമ്മൾ. അതായത് കെയ്ലോങ്ങിന്ന് ലേയിലേക്ക് എല്ലാവരും വഴി വെച്ച് പരിചയപ്പെട്ടതാണ്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. അവരെല്ലാവരും പറഞ്ഞു നിർത്താനാണ് പറഞ്ഞത്. സൂപ്പർ വ്യൂ ഇടും. ഹിമാചൽ പ്രദേശിലെ ഈ ഒരു ഏരിയ മനാലിയിലേക്ക് പോകുന്ന ഈ റൂട്ട് മൊത്തം ഞാൻ കണ്ടതാണ്. ഇത് കാബേജിൻ്റെ കൃഷിയാണ്. ഇപ്പോൾ ഹാർവെസ്റ്റും കാര്യം കഴിഞ്ഞ് കുറച്ച് ബാക്കിൽ ചില ഏരിയയിലൊക്കെ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടൊക്കെയുണ്ട്. അവിടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു, ഹാർവെസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ടീംസൊക്കെ മുന്നോട്ട് പോകാൻ റെഡി ആയിരിക്കുന്നു. റോത്തങ് പാസിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് മിക്സ്ഡ് വെജ് നൂഡിൽസും പിന്നെ ഓംലെറ്റും അതോടൊപ്പം തന്നെ ചായയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സാണ്. Hi, my name is Tenzin. I'm from Ladakh and I'm riding to Chandigarh. Myself, Tinlay from Ladakh, and we are going to Chandigarh for the higher studies with Akshay, Mr. KL13. Great, thanks. ബാക്കിൽ കാണുന്ന ആ ചെറിയൊരു ബിൽഡിങ്ങില്ല, ചെറിയൊരു താൽക്കാലിക തട്ടുകട ടൈപ്പ്, അവിടെ നിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇത് കണ്ടല്ലേ, താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ടോയ്ലറ്റും കാര്യമൊക്കെ. പിന്നെ ഇത് ടെൻറ്റ്. ഇതിപ്പോൾ രാത്രി താമസിക്കേണ്ടവർക്ക് ഇവിടെ താമസിക്കാം. കിടു വ്യൂസാണ് കേട്ടോ. ചുറ്റും മലകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നൈസ് വ്യൂ ആണ്, കിടുവാണ്. ഇവിടുന്ന് മണാലി അങ്ങോട്ടേക്ക് പോകുന്ന
വഴി, അതായത് റോത്തം പാസിലേക്കുള്ള ആ ഒരു റൂട്ട് വളരെ മോശമാണ്. റോത്തം പാസ് ഒരു പകുതി 30 കിലോമീറ്റർ വളരെ മോശമാണ്, കയറ്റം ഇറക്കമൊക്കെയാണ്. ശരി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അറിയില്ലേ പ്രയർ ഫ്ലാഗ് 50 ഉറുപ്പ്യായിട്ട് ഇവിടെ റോത്തം പാസിൻ്റെ അടുത്ത് വാങ്ങിയതാണ്. ബൈക്ക് ഇടണം. അങ്ങനെ ഭക്ഷണം കഴിച്ചു. കണ്ടില്ലേ, അടിപൊളി വാട്ടർഫോള്, സൂപ്പർ. 101 കിലോമീറ്റർ ഇന്ന് ഓടി. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ റോഡാണ്, മോശം റോഡാണ്. റോത്തങ് പാസ് എത്തി. റോത്തങ് പാസ് തുടക്കത്തിൽ കുറച്ച് മോശം റോഡുണ്ടെങ്കിലും ഭയങ്കര മോശം റോഡായിരുന്നു. വെച്ചാൽ ഭയങ്കര പൊടിയായിരുന്നു, അതാ കാര്യം. ഒരുപാട് ട്രക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്, പൊടിയുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു അതിന് ശേഷം നല്ല റോഡായിരുന്നു. പക്ഷെ കാറ്റടിച്ച് വണ്ടി തെന്നുണ്ടായിരുന്നു. മാക്സിമം ഞാൻ മലയുടെ കുന്നിൻ്റെ സൈഡിലൂടെ വണ്ടി ഓടിച്ച് ഓപ്പോസിറ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് റോത്തങ് പാസ് അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ടീംസ് ഇവിടെ കുറച്ച് റഷ്യയിൽ നിന്ന് പഠിച്ച് വന്ന കുറച്ച് ഫ്രണ്ട്സാണ്. അവർ ഇന്ത്യ മൊത്തം കറങ്ങി. മേഘങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്ര, ഇതാണ് ഈ ലേ ലഡാക്ക് യാത്ര. ഇത്ര ഒന്നില്ലെങ്കിലും റോത്തങ് പാസ് സൂപ്പറാണ്. ബാക്കിൽ നോക്കിയ അവിടെ ഒരു മലയുണ്ട്, ചെറുതായിട്ട് കാണുന്നതാ നിങ്ങൾക്ക്. ആ ഭാഗം കണ്ട ചെറുതായിട്ട് ഒരു മല, ചെറിയ ഭാഗം കാണാം. ഫുൾ
ഫുള്ളൊരു മരം മൊത്തം മേഘം മൂടിയിരിക്കുക. ഈ ഭാഗത്താണെങ്കിൽ കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഉണ്ടല്ലേ, ബാക്ക് ഉണ്ടല്ലേ, കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒന്നും പറയാനില്ല, കേട്ടും സൂപ്പർ. ഇന്ന് വോൾച്ചേഴ്സാണ്. അതിൻ്റെ വോൾച്ചേഴ്സിൻ്റെ എന്താണ് പരുന്തോ അങ്ങനെ എന്തല്ല മലയാളത്തിൽ പറയാം. അവിടെ ഒരു ചത്ത പശുവുണ്ട്, അതിൻ്റെ മാംസം കഴിക്കണത് കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വാൽനട്ട് തോട്ടത്തിനിടയിലൂടെയാണ്. വാൽനട്ടിൻ്റെ മലയാളം എന്താണെന്ന് അറിയാത്തൊരു ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. രണ്ട് ഭാഗത്തും അതിൻ്റെ മരങ്ങളാണ്, അല്ലാതെ വേറെയും കുറേ മരങ്ങളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ളത് വാൽനട്ടാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ
ബാക്കിൽ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തുള്ളത് വാൽനട്ടാണ്. അല്ലാതെ വേറെയും കുറേ മരങ്ങളുണ്ട്, പക്ഷെ മെയിനായിട്ട് ഏറ്റവും കൂടുതലുള്ള വാൽനട്ടാണ്. അപ്പോൾ റോഡിലൊക്കെ ഇഷ്ടംപോലെ വീണെടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നിത് സീസൺ തീർന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പൈൻ മരങ്ങളുണ്ട് കുറേ. പൈൻ മരങ്ങളുടെ ഇടയിലൂടെ വണ്ടി ഓടിക്കാൻ വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. പിന്നെ ഈ വാൽനട്ട്, ഈ ഇല കണ്ടാൽ മനസ്സിലാവും അത് വാൽനട്ടിൻ്റെയാണ്. കാരണം വേരാപ്പുറോ സ്ഥലത്തിൻ്റെ പേര് ഓർക്കുന്നത്, സച്ച് പാസ് കയറും മുന്നേ ഉള്ള താമസിച്ച ആ സ്ഥലം. ഞാൻ അവിടുന്ന് ഇത് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് കഴിച്ചത് പച്ചയായിരുന്നു. പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ത്രിലോകം എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാരൻ, അവൻ പറഞ്ഞത് ഇതിൻ്റെ സീസൺ ഏതാണ്ട് തീരാറായി. പക്ഷെ ഞാൻ കഴിച്ചത് ലേശം പച്ചയായതായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പൊതുവേ കഴിക്കാറ് നമ്മൾ ഈ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള നമ്മൾ ഈ ബദാം കാഷ്യൂനട്ടൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒക്കെയാണ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നത്, വളരെ ഡ്രൈ ആയിട്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ടത്. തണുപ്പ് കാലത്ത് ഇവിടുത്തെ ലോക്കൽസ് മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണിത്. അവർക്ക് തണുപ്പ് കാലത്ത് അധികം എവിടെയും പോകാൻ പറ്റില്ല, കടകളൊന്നും ഉണ്ടാവില്ല, വളരെ ലിമിറ്റഡ് ആക്സസ് ആണ്. അപ്പോൾ ഇതുപോലത്തെയൊക്കെയാണ് അവർ ശേഖരിച്ച് വെക്കുന്നത് തണുപ്പ് കാലത്തേക്ക്. പ്രത്യേകിച്ച് സാധാരണക്കാർ, പാവപ്പെട്ടവരൊക്കെയാണ് ഈ ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെയാണ് ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒരു ഭക്ഷണ സോഴ്സ്. ഞാൻ പറപ്പിച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കാറ്റായിരിക്കും, അതുകൊണ്ട് ഞാൻ സ്ലോ ആക്കിയതാണ്. അപ്പോൾ ഞാനും പറപ്പിക്കട്ടെ. മണാലി 15 കിലോമീറ്റർ. കില്ലാർ പാസ് കീഴടക്കി. പിന്നെയാണ് ഒരു മണാലിക്കുള്ള റൂട്ട്. ഒക്കെ നമ്മൾ കീഴടക്കും ഭായ്. നിസ്സാരം ഇതൊക്കെ വെറും നിസ്സാരം. അങ്ങനെ മണാലി എത്തി. മണാലിയിൽ നമുക്ക് 2 ദോസ്തിനെ കിട്ടി. ഹായ്, പറ, പേര് പറയും. ഹായ്, ഞാൻ അശ്വിൻ, പാലക്കാട്. ജാംസൺ, പത്തനംതിട്ട. നമുക്ക് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും പറയാനുണ്ട്. പറയാൻ തുടർന്ന് 5000 രൂപയുടെ ഹെൽമെറ്റാണ് ആക്സർ. ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ കളർ, അതായത് ഈ കവറിങ് വരുന്നത്, അതായത് ഡേ ടൈം ആണെങ്കിൽ നല്ല സൂപ്പറാണ് വെച്ച് വർക്ക് ചെയ്യാൻ. ബട്ട് നൈറ്റ് ഒരു 6 മണി കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് ഓടിക്കുകയല്ല, അത് യാതൊരു രക്ഷയില്ല. അതുപോലാണ് റിഫ്ലക്ഷൻ വരുന്നതും. അതുപോലെയാണ് പ്രാണികൾ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ റൈഡ് ചെയ്യാൻ വരുന്നവർ പ്രത്യേകം ചൂസ് ചെയ്യുക. ഇതുപോലത്തെ വൈറ്റ് ആണ്. നമ്മൾ ഇത് ആദ്യത്തെ അബദ്ധമാണ് ഒന്ന് കേട്ടോ. രണ്ടാമത് ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ്സസ് യൂസ് ചെയ്യുക കണ്ണിൻ്റെ. എൻ്റെ കണ്ട സിറ്റുവേഷൻ അതുപോലെ ആയിട്ടുണ്ട്, നല്ലതായിട്ട് നീര് വെച്ചിട്ടുണ്ട്, മുറിവുണ്ടായിട്ടുണ്ട്. 2 കാര്യം. പിന്നെ 3ാമത്തെ കാര്യം, ഈ ലഡാക്ക് വന്നവരാണ് ഞങ്ങളെല്ലാവരും. ഫ്രം കുളുന്ന് കയറി വരുന്നതിന്, കുളുവിന് തൊട്ട് മുമ്പ്, അതായത് പഞ്ചാബിൽ നിന്ന് കയറുമ്പോൾ തൊട്ട് റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്. ഒരു കാരണവശാലും നൈറ്റ് റൈഡ് ചെയ്യാൻ വേണ്ടി ആരും നിൽക്കരുത്, ആരും മുതലരുത്. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ്. ഒരു ബ്ലോഗേഴ്സ് പോലും ഇതിനെക്കുറിച്ച് പറയണേ ഇല്ല. ഈ മണാലി ടു ലഡാക്ക് ചെല്ലുക എന്ന് 488 കിലോമീറ്റർ ടോട്ടലി ഉണ്ട്. ആ 488 കിലോമീറ്റർ 33 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നല്ല റോഡ്, ബാക്കി ഫുൾ ഓഫ് റോഡാണ്. വേണ്ട, ഈ ഒരു വണ്ടി ആയതുകൊണ്ട്, നമ്മൾ ചൂസ് ചെയ്ത വണ്ടി ഇവനായതുകൊണ്ടും 300 കിലോമീറ്റർ വെച്ച് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടും ഇവൻ ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ഉപകാരം ഉണ്ടായത് റോയൽ എൻഫീൽഡുകാരുടെ സർവീസിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
എല്ലാ റോയൽ എൻഫീൽഡ് ഷോറൂംസും നമ്മൾ കയറിയിട്ടുണ്ട്. ഫ്രം ഗോവ, മഹാരാഷ്ട്ര, ഹരിയാന, പഞ്ചാബ് കയറിയിട്ടുണ്ട്. പാനിപ്പട്ട് ഹരിയാനയിലുള്ളത് ഏറ്റവും നല്ല സർവീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് മാറ്റി തന്നിട്ടുണ്ട്. ജസ്റ്റ് ചെയിൻ കോട്ടം വന്നെന്ന് പറയണം നമുക്ക് മാറ്റുന്നത് ഫ്രീ ആയിട്ട്. അത് 5000 രൂപയാണ്. ഒരു സർവീസ് സെന്റേഴ്സ് പോലും ഒരു പൈസ പോലും നമ്മൾ പേ ചെയ്യുന്നില്ല, മൊത്തം ഫ്രീ ആണ്. റൈഡേഴ്സിനെ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഹാഫ് ആൻ അവറിൽ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങനെ കാര്യം ഉണ്ടായിട്ടുണ്ട്. വണ്ടി ചൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയിൻ സർവീസും ഓയിലും മാത്രം വണ്ടി ഓടി വരരുത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വണ്ടി ഫുൾ കണ്ടീഷൻ ആക്കിയിട്ടേ വരാം. ഇത്രയും ഒരു ചെറിയ ടിപ്സ് മാത്രമാണ്. ഞങ്ങൾ പ്രൊഫഷണൽ റൈഡേഴ്സ് ഒന്നും അല്ല, ജസ്റ്റ് ഇത് ഞങ്ങൾ ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. മണാലി ലഡാക്ക് എന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അല്ല റോഡ്സിന്റെ കണ്ടീഷൻ. റോഡ്സ് കണ്ടീഷൻ വളരെ മോശമാണ്, ഹെവി റിസ്ക് ആണ്. നമ്മുടെ KL13 ബ്രദറൊക്കെ ഇപ്പൊ തിരിച്ച് മൂക്കിൽ കൂടെ ചോര വന്നിട്ടാണ് തിരിച്ചു വന്നത്. നമുക്ക് ഈ സെയിം കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളും ജിസ്പൈ പോയി സ്റ്റേ ചെയ്തിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വളരെ ജാസ്തി. പിന്നെ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഓക്സിജൻ സിലിണ്ടർ വെച്ച്, ഓരോ ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസം ഓക്സിജൻ സിലിണ്ടർ വെച്ച് കിടക്കും, നൈറ്റ് ഉറങ്ങും. എന്റെ കയ്യിൽ സാധനം ഉണ്ട്, ഒരു ഉപകാരമില്ല. നിങ്ങൾ ഈ കണ്ട ആരായാലും ബ്ലോഗ് വെച്ച്, ഈ ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ വലിയ ഫേമസ് ടീംസ് ഒക്കെ ഭയങ്കര സ്പോൺസർഷിപ്പ് വരുന്നതാണ്. നമ്മളെപ്പോഴും സാധാരണ നോർമൽ ആൾക്കാരാണ് ഞങ്ങൾ ഇതുപോലെ ആഗ്രഹം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി അത് തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അവർ ചെയ്യുന്ന വീഡിയോസ് കൊള്ളത്തിൽ നിന്നാണ്. അവർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വളരെ നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. ബട്ട് ഇതുപോലത്തെ കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരമാണ്. എക്സാക്ട്ലി, നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ലഡാക്കും മണാലിയും ഒക്കെ. ബട്ട് ഹെവി റിസ്ക്കിയാണ്. നിങ്ങളെ ആരും തടയുമൊന്നുമില്ല, ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ നോക്കിയിട്ട് തന്നെ പോവുക, അതായിരിക്കും ബുദ്ധി. ഓക്കെ, ബൈ.